ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് വലിയൊരു അനുഗ്രഹമായി. വരും ദിനങ്ങളിലും രൂപയുടെ മൂല്യം കുറയുമെന്ന് കണക്കാക്കുന്നു. UAE ദിർഹം ഉൾപ്പെടെയുള്ള കറൻസികളുടെ മൂല്യം ഉയർന്നു. അമേരിക്കൻ ഡോളർ നേരിയ തോതിൽ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുന്നുമില്ല. ഡോളർ സൂചിക 98.99 എന്ന നിരക്കിലെത്തി. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 85 രൂപ 55 പൈസയാണ്. ഡോളറിന് കരുത്തു കൂടിയാൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയുവാനുള്ള സാഹചര്യമുണ്ട്. ഇത് പ്രവാസികൾക്ക് നേട്ടമാകും. എന്നാൽ രൂപയുടെ മൂല്യം പൊടുന്നനെ ഇടിയുവാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. UAE ദിർഹവും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് 23 രൂപ 29 പൈസയും സൗദി റിയാൽ 22 രൂപ 91 പൈസയും ഖത്തറി റിയാൽ 23 രൂപ 47 പൈസയും ഒമാനി റിയാൽ 222 രൂപ 51 പൈസയും കുവൈറ്റി ദിനാർ 279 രൂപ 59 പൈസയുമാണ്. റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ വരുത്തിയ മാറ്റമാണ് രൂപയുടെ മൂല്യം പൊടുന്നനെ ഇടിയുവാൻ കാരണമായത്. റിപ്പോ നിരക്ക് 5.5% കുറച്ചിരുന്നു. ഇന്ത്യയിൽ പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഈ നടപടി. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ ഈ തീരുമാനം രൂപയുടെ മൂല്യം കുറയ്ക്കുവാൻ കാരണമായി. നിക്ഷേപകർക്ക് രൂപയിലുള്ള ആകർഷണം കുറയുന്നതാണ് ഇതിന് കാരണം. ഇന്ത്യയിൽ വാഹന വായ്പ എടുത്തവർക്ക് നേട്ടമാണ് പലിശ നിരക്കിൽ ഈ വന്ന കുറവ്. എന്നാൽ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ പ്രവാസികൾക്ക് കൂടുതൽ സന്തോഷമായി. കാരണം പ്രവാസികൾ വായ്പ എടുത്തവരാണെങ്കിൽ പലിശ നിരക്ക് കുറയും. അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യവും ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ കൂടുതൽ പണം ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നറിയപ്പെടുന്നു. ഇനിയും രൂപയുടെ മൂല്യം കുറയുമോ എന്നാണ് പ്രവാസികൾക്ക് അറിയേണ്ടത്. കുറയുവാനും കൂടുവാനും സാധ്യതയുണ്ട്. രൂപയുടെ നില മെച്ചപ്പെടുത്തുവാൻ RBI കടുത്ത നടപടി എടുത്താൽ മൂല്യം ഉയരും. മാത്രവുമല്ല, അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചാലും രൂപയുടെ മൂല്യം കൂടും. അമേരിക്കയിൽ തൊഴിൽ ഡാറ്റ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നിലയിലാണ് അമേരിക്കയിലെ ജോലി നിരക്ക്. ഇത് അമേരിക്കയുടെ ഡോളറിൻ്റെ മൂല്യം കൂട്ടി.